അതെ അതെ. നല്ല രസമുണ്ട്. ഇത് ഈ കാണുന്നതാന്ന് തോന്നുന്നു ഇന്ത്യ ഗേറ്റ്. ഓ അതെ, ഇതാണ് ഇന്ത്യ ഗേറ്റ്. ഓ വാ, ഇന്നത്തെ ആംബിയൻസ് നല്ല രസമുണ്ട്. ലൈറ്റ് ആയിട്ട് റെയിൻഫോൾ ഉണ്ട്, പിന്നെ ക്ലൗഡി ആണ്. റോഡൊക്കെ അത്ര റഷില്ല ബിക്കോസ് ഇറ്റ്സ് സൺഡേ മോർണിംഗ് അറൗണ്ട് 8:30. ഓ, നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ വട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ട്രീസ് എല്ലാം നല്ലൊരു വൈബ് തരുന്നുണ്ട്. വാവ്, പ്രത്യേകിച്ച് കുറേ ട്രീസിൻ്റെ ഒക്കെ ഇല പൊഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പം ഇനി പുതിയ ഇലകൾ വരുന്നു. ഇലകളൊക്കെ ഭയങ്കര ഫ്രഷാണ്, മഴ പെയ്തത് കാരണം. വലിയ മഴയല്ല പെയ്തത്, വളരെ ലൈറ്റായിട്ടുള്ള മഴയാണ് പെയ്തത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ റൗണ്ടിലാണ്. കണ്ടോ ഇന്ത്യ ഗേറ്റ് നിങ്ങൾക്ക് കാണോ? കണ്ടോ നടുക്ക് കണ്ടോ ഇന്ത്യ ഗേറ്റ്. പിന്നെ ഇത് നാഷണൽ വാർ മെമ്മോറിയൽ ആണ്. വാവ്, ഇപ്പോൾ ഇവിടെ പൂക്കളും ഒക്കെ ഉള്ളൊരു സമയമായത് കാരണം ഭയങ്കര കളർഫുൾ എൻവയൺമെൻ്റ് ആണ്. കണ്ടോ അകത്തൊക്കെ റെഡ് പൂവൊക്കെ കാണാം നമുക്ക്. രാവിലെ എല്ലാവരും എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. ഡൽഹി പോലീസിന്റെ ഒരു ബസ്സാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഡൽഹിയിലെ റോഡുകൾ. നമ്മൾ വിചാരിക്കും ഡൽഹിയിൽ പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മരങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരിക്കും. പക്ഷെ ഡൽഹിയിൽ അത്രയും ഉള്ളൊരു മരങ്ങൾ ഡൽഹിയിലുള്ള അത്രയും മരങ്ങൾ വേറെ എവിടെയില്ല. നമ്മളിങ്ങനെ ടണലിലേക്ക് കയറിയാണ്. ഓ വാ, നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഡൽഹിയിൽ ഭയങ്കര ഗ്രീനറിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഡൽഹിയിൽ ഭയങ്കര ഗ്രീനറിയാണ്. ഒന്ന് പിടിച്ചിട്ട് അങ്ങനെ നമ്മൾ ടണലിലേക്ക് കയറിയാണ്. നല്ല രസമുണ്ട് അല്ലേ? ലൈറ്റ് ഒക്കെ ഇട്ട് അവരുടെ സൈഡൊക്കെ നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ആർട്ടിസ്റ്റിക് വർക്കൊക്കെയാണ് നമുക്ക് സൈഡിൽ കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫെസ്റ്റിവൽസ് ആണെന്ന് തോന്നുന്നു ഇതിനകത്തെത്തി. നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. കളർഫുൾ ആയിരിക്കുന്നു അല്ലേ? അതെ. പിന്നെ ഡൽഹി പൊല്യൂഷൻ മെയിനായിട്ട് വരുന്നത് വിന്റർ സീസണിലാണ്. ബിക്കോസ് വിന്റർ സീസണിൽ നമ്മുടെ എയർ താഴെ ട്രാപ്പായി കിടക്കുന്നതുകൊണ്ടാണ് പൊല്യൂഷൻ. എല്ലെങ്കിലും പൊല്യൂഷൻ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ വിചാരിക്കുമല്ലോ എന്നുവെച്ചാൽ വലിയ മരങ്ങളൊന്നും ഇല്ല അതുകൊണ്ടായി പൊല്യൂഷൻ. അല്ല, മരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടി കൂടുതൽ നമ്മൾ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. മരത്തിന് അത്രയും കപ്പാസിറ്റി, മരത്തിന്റെ കപ്പാസിറ്റി കവിഞ്ഞാണ് നമ്മുടെ പൊല്യൂഷൻ. അതാണ് അതിന്റെ പ്രശ്നം. അപ്പം നമ്മളിങ്ങനെ ടണലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു രണ്ട് സൈഡിലും. ഈ ടണൽ മാത്രമല്ല, ഇവിടെ എവിടെ ടണൽ കയറിയാലും നമുക്ക് ബോറടിക്കാതെ അവർ നമ്മളെ അങ്ങ് അറ്റം വരുന്നുണ്ട്. നമുക്ക് കാണാൻ ഒത്തിരി സ്ഥലങ്ങൾ അവർ സൈഡിൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഏകദേശം ടണലിന്റെ വെളിയിൽ വരാറായി. ഇപ്പോൾ സമയം 8:36. ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, നമ്മൾ അങ്ങനെ ടണലിന്റെ എക്സിറ്റിലെത്തി. വാവ്, സൂപ്പർ. സൈഡിൽ താണ്ട് ലോട്ടസ് ടെമ്പിൾ ഉണ്ട്, റെഡ് ഫോർട്ട് ഉണ്ട്, പാർലമെന്റ് ഉണ്ട്, സുപ്രീം കോർട്ട് ഉണ്ട്, ജമാ മസ്ജിദ് ഉണ്ട്. അങ്ങനെ എല്ലാ മോണുമെന്റ്സ് ആണ് സൈഡിൽ നമുക്ക് കാണുന്നത്, അതിന്റെ പെയിന്റിങ്സ്. അങ്ങനെ നമ്മൾ കയറുകയാണ്. ഓ യെസ്, അങ്ങനെ നമ്മൾ ഇതിന്റെ എക്സിറ്റ് വന്നിരിക്കുകയാണ്. വാവ്, ഓ ക്ലൗഡ്സ് ഒക്കെ നോക്കിക്കാൻ എന്ത് രസമുണ്ടല്ലേ. ഇവിടെ സൈഡിൽ നമുക്ക് ബൊഗെയിൻവില്ല കാണാം. കണ്ടോ, പല കളേഴ്സിലുള്ളതുണ്ട്. ഇതൊന്നും അല്ല സത്യം പറഞ്ഞാൽ. ബൊഗെയിൻവില്ല ഒക്കെ നല്ല തിക്കായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറ്റുവാണെങ്കിൽ കാണുമ്പം എടുക്കാം. പിന്നല്ലേ ഇങ്ങോട്ടോ പോകേണ്ടി. എന്തായാലും 1 കിലോമീറ്റർ നേരെ പോയിട്ട് ലെഫ്റ്റ് എടുക്കണം.
ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര നീറ്റാണ്. സൈഡിൽ നമുക്ക് നല്ല യെല്ലോ ഫ്ലവേഴ്സ് കാണാം. ഇപ്പൊ ഫ്ലവറിങ് സീസൺ ആണ്. എല്ലാ ടൈപ്പിലുള്ള ഫ്ലവേഴ്സും കാണാം. കുറച്ച് നാളൂടെ കഴിയുമ്പോൾ നമ്മുടെ കൊന്നപ്പൂവൊക്കെ കാണാം. ഇപ്പൊ നമുക്ക് കുറച്ച് റെഡ് പൂക്കൾ കാണാം, യെല്ലോ കാണാം, ബൊഗെയിൻവില്ലയുടെ പല വെറൈറ്റീസ് കാണാം. ഇന്ന് നല്ല രസമുണ്ട്, കാരണം കുറച്ച് ക്ലൗഡി ആയതൊക്കെ കാരണം നമുക്ക് ട്രാവൽ ചെയ്യാൻ നല്ലൊരു ഡേ ആണ്. പക്ഷെ സാധാരണ ഈ ഒരു ഡേ, അതായത് മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര പാടാന്ന് പറഞ്ഞാല് നമുക്ക് ഭയങ്കര ടയേർഡാവും നമ്മൾ ഒരു റൈഡൊക്കെ വെച്ചാൽ നമ്മൾ ഇവിടെ ട്രാവൽ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക്. ഇവിടുത്തെ റോഡൊക്കെ കണ്ട് നല്ല റോഡായിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ റോഡും ഇപ്പം നല്ല നല്ല റോഡാണ്. പക്ഷേ ഹരിയാനയിലൊക്കെ റോഡൊക്കെ ഭയങ്കര മോശമാണ് ഇപ്പോഴും. ഭയങ്കര കുഴിയും ഭയങ്കര ഇപ്പം നമ്മൾ ഒരു മാസം മുന്നേ പണിഞ്ഞതാണെങ്കിലും പിന്നെയും പണി വരും, അങ്ങനത്തെ റോഡുകളാണ്. പക്ഷേ ഈ റോഡുകളൊക്കെ നല്ല രസമുണ്ട്. ഡൽഹിയിൽ എപ്പോൾ വന്നാലും ഒരു രസമാണ്, നമ്മുടെ ഒരു നല്ലൊരു വൈബാണ് ഡൽഹിയിൽ. ഓരോ റോഡിലോട്ട് ചെല്ലുമ്പോൾ ഓരോ വൈബ്. ശരിയാണ്, ഒരേ വൈബല്ല. ഇന്നത്തെ ക്ലൈമറ്റ് അതിന് നല്ല വൈബ്. നമ്മൾ ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ്. ഓ ഗായ്സ്, നമ്മൾ യമുന നദിയുടെ സൈഡിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പല സ്ഥലങ്ങളിലും നമുക്കിങ്ങനെ ഫ്ലാഗ് കാണാൻ പറ്റും. ഇവിടെ മെയിൻലി ഗവൺമെന്റ് ബിൽഡിങ്സ് ആണല്ലോ കൂടുതൽ. അപ്പം അല്ലെങ്കിൽ തന്നെയും നമുക്ക് വലിയ വലിയ ഫ്ലാഗ്സ് ഒക്കെ കാണാൻ പറ്റും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ. ഇത് വളരെ തെറ്റിയോ? ഓ നല്ല രസമുണ്ട്. നല്ല സൈഡിലത്തെ മരങ്ങൾ കാണാനും. ഇന്ന് ബേർഡ്സ് ഒക്കെ വളരെ ഹാപ്പിയാണ്. ഓ ഫ്ലാഗ് കടന്ന് അങ്ങ് ആടുന്ന നല്ല രസം. പെട്ടെന്ന് വന്നല്ലോ. അപ്പൊ നമ്മള് ഡൽഹിയിൽ നിന്ന് നോയിഡയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്ര കിലോമീറ്റർ? ഇവിടെ 70 ആയിരിക്കും. നമ്മൾ ഏകദേശം നോയിഡ കയറാറായി. നോയിഡ എന്ന് പറയുന്നത് യുപിയിലെ ഒരു സ്ഥലമാണ്. യുപിയിലെയൊക്കെ നമ്മുടെയൊക്കെ കൊച്ചിയൊക്കെ പോലാണ് യുപിയിലെ നോയിഡ. നമ്മൾ നോയിഡയ്ക്കല്ല, നോയിഡ ടച്ച് ചെയ്യാതെ പോകണമായിരുന്നു. ആണോ? അപ്പൊ നമുക്ക് ഫുഡ് കിട്ടും. നല്ല റോഡായിരിക്കുമല്ലോ. അതേ തോന്നുന്നു അല്ലേ? ഓക്കെ ഓക്കെ മനസ്സിലായി. ഇത് കണ്ടോ, ഈ പൂ കണ്ടോ? പൂ കണ്ടോ? നേരെ നേരെ പോവാം. Exit the roundabout onto Panchsheel Marg. Exit the roundabout onto Panchsheel Marg. In 300 meters, at the roundabout, take the second exit. ഇപ്പോഴും അതിനകത്തോട്ട് നോക്കണ്ട. തൈക്കുട്ടിയും വെള്ളോട്ട് നോക്കിയില്ലേ? എന്തോ ആ ബിൽഡിങ് അവിടെ കാണുന്നേ? ഏതാ? ഉണ്ട് അവിടെ ഒരു ബിൽഡിങ്, ഫ്ലാഗ് ഒക്കെ വെച്ച്. ഇതും റൗണ്ട് ഔട്ട്, സെക്കൻഡ് എക്സിറ്റ്. അടിപൊളി. Exit the roundabout onto Panchsheel Marg. ഈ വണ്ടിക്കാരനോട് നമ്മളെന്തോ In 200 meters, at the roundabout, take the second exit and stay on Panchsheel Marg. അതൊക്കെയാവും.
തിരിച്ച് കാണിക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ ആർമി ഓഫീസേഴ്സ് ഒക്കെ ഇരിപ്പുണ്ട്. ഇതുണ്ടോ അത് ബൊഗൈൻവില്ല. അടിപൊളി. ഇവിടെ വലിയൊരു ബൊഗൈൻവില്ല ഏറിയ. ശരിയാ. ഇതാരുടെ വീടാന്ന് തോന്നുന്നു. Round Montepunchi Mark. തേക്കുട്ടി കണ്ടാടെ ബൊഗൈൻവില്ല. അത് കൊള്ളാം. Sardar Patel Mark. എന്തെല്ലാം കളറുകൾ. അതെ, എന്ത് ഇതിനകത്ത്. ഇപ്പം ഇവിടെ മരങ്ങളുടെ ഇലയൊക്കെ കൊഴിയുന്ന സമയമാണ്. നല്ല രസമാണ് ആ സമയത്ത് ഇതിലെ പോകാൻ, കാരണം കാറ്റൊക്കെ അടിക്കുമ്പം ഇലയൊക്കെ വീഴും നമുക്ക് കാണാൻ പറ്റും. വെള്ളത്തെല്ലാം പൂവങ്ങ് പൊലച്ച് കിടക്കുക. അതെ. അയാൾ എന്ത് എളുപ്പമാണ്. ഇതൊക്കെ ഇവിടെ വെയിലായിരുന്നെങ്കിൽ ഇതൊക്കെ ഇപ്പൊ നിറച്ചു കൊടുത്തേനെ. ശരിയാ. തേക്കുട്ടി എല്ലാം കാണണ്ട. അവിടുത്തെ ആ സാധനം മാറ്റിക്കാം. മോൻ അങ്ങോട്ട് നോക്കി കാണാമല്ലോ. പൂക്കളൊക്കെ ഉണ്ട്. പൂക്കളും